ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ KSEB സബ് എഞ്ചിനീയറിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. KSEB സബ് എഞ്ചിനീയറിലെ ബേസിക് ഇലക്ട്രിക്കലുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് എലമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് എലമെന്റ്സിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ് ഈ ഒരു ടൈപ്സ് ഓഫ് എലമെന്റ്സുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ പാസീവ് എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, സിമിലർലി യൂണിലാറ്ററൽ എലമെന്റ്സ് ഉണ്ട്, ബൈലാറ്ററൽ എലമെന്റ്സ് ഉണ്ട്, ലീനിയർ എലമെന്റ്സ് ഉണ്ട്, നോൺ ലീനിയർ എലമെന്റ്സ് ഉണ്ട്, ലംപ്ഡ് എലമെന്റ്സ് ഉണ്ട്, അതേപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ഇത് ഓരോന്നിനെ കുറിച്ചും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് എലമെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ആക്റ്റീവ് എലമെന്റ്, അതിന്റെ എക്സാമ്പിൾസ് എന്താണ്, അതിന്റെ IV ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ പാസീവ് എലമെന്റ് എന്താണ്, അതിന്റെ എക്സാമ്പിൾസ്, അതിന്റെ IV ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ എക്സാമിന് വരാൻ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാൻ പറ്റും, ഞാൻ ഇവിടെ 4 എലമെന്റ്സുകളുടെ IV ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഈ ഓരോന്നും ഏത് എലമെന്റിൻ്റെതാണ്, ഇത് ആക്റ്റീവ് ആണോ അല്ലെങ്കിൽ പാസീവ് ആയിട്ടുള്ള എലമെന്റ് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ 4 ഫിഗേഴ്സ്, ഇതിന്റെ IV ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് ഇത് ഏത് എലമെന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം എന്താണ് ആക്റ്റീവ് എലമെന്റ്, എന്താണ് പാസീവ് എലമെന്റ് എന്നുള്ളത്. ഓക്കെ, ആക്റ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് ആക്റ്റീവ് എലമെന്റ് എന്നുള്ളത്? The type of circuit element that deliver power to a circuit എന്നുള്ളതാണ്. അതായത് ഒരു സർക്യൂട്ടിലേക്ക് പവർ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്റ്റീവ് എലമെന്റ് എന്ന് പറയുന്നത്. The type of circuit element that deliver power to a circuit ആണ്. അതല്ലെങ്കിൽ ഇറ്റ് പ്രൊവൈഡ് എ പവർ ഗെയിൻ. ഇതുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. അതായത് പലപ്പോഴും നിങ്ങൾ ആദ്യത്തെ ഡെഫിനിഷൻ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അതായത് എന്താണ്, പവർ ഡെലിവർ ചെയ്യുന്ന ആളാണെന്ന് പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ പവർ ഗെയിൻ ഉണ്ടെങ്കിൽ, പവർ ഗെയിൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും എന്ത് തന്നെയാണ്, അതിനെ നമുക്ക് ആക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു സർക്യൂട്ടിലേക്ക് പവർ ഡെലിവറി ചെയ്യുകയോ അല്ലെങ്കിൽ പവർ ഗെയിൻ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പവർ ഗെയിൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ എലമെന്റ് ആണെങ്കിൽ നമുക്ക് ആ എലമെന്റുകൾ എന്ത് പറയാൻ പറ്റും, അതിന് നമുക്ക് ആക്റ്റീവ് എലമെന്റ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ ആക്റ്റീവ് എലമെന്റിന്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വോൾട്ടേജ് സോഴ്സ് എടുക്കാം, കറണ്ട് സോഴ്സ് എടുക്കാം. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ആക്റ്റീവ് സോഴ്സിന് അല്ലെങ്കിൽ ആക്റ്റീവ് എലമെന്റിന് എന്താണ്, എക്സാമ്പിൾ ആണ്. ഇനി നിങ്ങളുടെ സംശയമായിരിക്കും, ഈ ട്രാൻസിസ്റ്ററും ഓപ്പാമ്പിന്റെ ഒക്കെ പ്രത്യേകത ഇതെന്താണ്, ഇതും ആക്റ്റീവ് എലമെന്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ആക്റ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡെലിവർ പവർ ടു എ സർക്യൂട്ട് എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ ഓർ പ്രൊവൈഡ് എ ഗെയിൻ, പവർ ഗെയിൻ ഇൻ ദ സർക്യൂട്ട്. നിങ്ങൾക്കറിയാം ട്രാൻസിസ്റ്ററും ഓപ്പാമ്പും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പവർ ഗെയിൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസിസ്റ്ററും ഓപ്പാമ്പും ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, സെമി കണ്ടക്ടേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റിന് എക്സാമ്പിൾ ആണ്. കാരണം ദേ ക്യാൻ പ്രൊവൈഡ് പവർ ഗെയിൻ ഇൻ ദ സർക്യൂട്ട് എന്നുള്ളതാണ് റീസൺ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ആക്റ്റീവ് എലമെന്റ് ആണെങ്കിൽ വൺ ഹൂസ് IV characteristics curve has a negative slope, that is the power expression of the element has a negative sign എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഒരു IV characteristicsൽ പവർ എക്സ്പ്രഷന് നെഗറ്റീവ് സൈൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതെന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഗ്രാഫിക്കലി തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. അതിന് മുന്നേ ഈ പറഞ്ഞിരിക്കുന്ന IV characteristicsനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് മുന്നേ നമുക്ക് പാസീവ് എലമെന്റ് ജസ്റ്റ് നോക്കി നോക്കാം. എന്നിട്ട് രണ്ടുപേരും ക്ലബ് ചെയ്തിട്ട് ഞാൻ രണ്ടുപേരും ചേർത്തിട്ട് ഈ ഒരു IV characteristics നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ പാസീവ് എലമെന്റ് എന്താ നോക്കിയോളൂ. പാസീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ an electric circuit element that absorb electrical energy. നേരത്തെ പറഞ്ഞ ആൾ എന്താണ്, സപ്ലൈ ചെയ്യുന്ന ആളാണ് അല്ലേ, ഇവിടെ എന്താണ്, അബ്സോർബ് ചെയ്യുന്ന ആളാണ്. ആൻഡ് cannot supply energy to the circuit. ഒരിക്കലും അതിന് എന്ത് ചെയ്യാൻ പറ്റൂല, അതിന് സപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ദാറ്റ് ഈസ് കോൾഡ് എ പാസീവ് എലമെന്റ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇത് ഈ ഒരു ആക്റ്റീവ് ആൻഡ് പാസീവ് എലമെന്റിന്റെ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫാദർ അല്ലെങ്കിൽ ഒരു സൺ എന്നുള്ള രീതിയിൽ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഫാദർ എന്ന് പറയുന്ന സമയത്ത് ആൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ആൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ പല രീതിയിലുള്ള ചെലവുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, പോക്കറ്റ് മണി അല്ലെങ്കിൽ പൈസ തരുന്നുണ്ടാവും അല്ലേ. അപ്പൊ നമുക്ക് ഫാദർ നമുക്ക് എന്തായിട്ട് പറയാം, ആക്റ്റീവ് ആയിട്ട് പറയാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആസ് എ സ്റ്റുഡന്റ് അല്ലെങ്കിൽ സൺ അല്ലെങ്കിൽ ഡോട്ടർ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ പൈസ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ ചെലവാക്കുന്നുണ്ടാവും അല്ലേ, അത് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ അത് അബ്സോർബ് ചെയ്യുന്ന ആളാണ്, നിങ്ങൾ അതിന് എന്ത് ചെയ്യാണ്, അതിനെ മറ്റു പല ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തുകയാണ് അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാസീവ് ആയിട്ടുള്ള ഒരാൾ. അപ്പൊ നിങ്ങൾ പാസീവ് ആണ്, നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ് എന്താണ്, ആക്റ്റീവ് ആണ്. സോ ആ രീതിയിൽ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്നതാണ്. സോ പാസീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ എലമെന്റ് ദാറ്റ് അബ്സോർബ് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് കനോട്ട് സപ്ലൈ എനർജി ടു ദ സർക്യൂട്ട് എന്നുള്ളതാണ്. ഇനി
പാസീവ് എലമെന്റിന്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് IV കർവ് ഹാസ് പോസിറ്റീവ് സ്ലോപ്പ്. നേരത്തെ ഞാൻ പറഞ്ഞു അതിനെന്തായിരുന്നു, നെഗറ്റീവ് സ്ലോപ്പ് ആണ് ആക്റ്റീവിന്റെ കേസിൽ വരുന്നത്. എ പാസീവ് സർക്യൂട്ട് ക്യാൻ ഐദർ ട്രാൻസ്ഫോം ഓർ സ്റ്റോർ ദ ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ടു ഇറ്റ്. ഒന്നെങ്കിൽ ഒരു പാസീവ് എലമെന്റ് ആണെങ്കിൽ ഒന്നെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, അബ്സോർബ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. എക്സാമ്പിൾ ആയിട്ട് പറയാറുള്ളത് റെസിസ്റ്റർ ആണ് അല്ലേ. റെസിസ്റ്റർ നിങ്ങൾക്ക് അറിയാം, നമ്മൾ റെസിസ്റ്ററിലേക്ക് നമ്മൾ എനർജി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഫോർമാറ്റിലേക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്യാറുണ്ട്, ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട് അല്ലേ. അതേപോലെ ഇൻഡക്ടർ ആണെങ്കിലും കപ്പാസിറ്റർ ആണെങ്കിലും എനർജി എന്ത് ചെയ്യാറുണ്ട്, സ്റ്റോർ ചെയ്യാറുണ്ട് അല്ലേ. സോ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ഇതൊക്കെ പാസീവിന് എക്സാമ്പിൾ ആണ്. ട്രാൻസ്ഫോമറിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടാവും. അതായത് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ആള് ഇത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആംപ്ലിഫിക്കേഷൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. പക്ഷെ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു പവർ ആംപ്ലിഫിക്കേഷൻ അല്ല നടക്കുന്നത്. അവിടെ നിങ്ങൾക്കറിയാം ഒരു ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് V1 I1 ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് പവർ എന്താണ്, V2 I2 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു എന്താണ്, ഔട്ട്പുട്ട് പവർ ആണ്. അവിടെ എന്ത് സംഭവിക്കുന്നില്ല, ഒരു പവർ ഗെയിൻ അവിടെ അല്ലെങ്കിൽ പവർ ആംപ്ലിഫിക്കേഷൻ അവിടെ നടക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് ട്രാൻസ്ഫോമറിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്, അതിനെയും ഒരു പാസീവ് എലമെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ട്രാൻസ്ഫോമർ. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ട്രാൻസ്ഫോമർ എന്താണ്, ഒരു പാസീവ് എലമെന്റ് ആണ്. കപ്പാസിറ്റർ എന്താണ്, പാസീവ് എലമെന്റ് ആണ്. ഇൻഡക്ടർ പാസീവ് എലമെന്റ് ആണ്. ആൻഡ് റെസിസ്റ്റർ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഒരു പാസീവ് ആയിട്ടുള്ള എലമെന്റ് ആണ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി എങ്ങനെയാണ് ഗ്രാഫിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക നോക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു VI ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, കൺസിഡർ ചെയ്യാൻ പോവാണ്. ഒരു VI ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, യെസ്. ഞാൻ ഈ ഒരു ആക്സിസിൽ വോൾട്ടേജ് എടുക്കുകയാണ്, Y ആക്സിസിൽ ഞാൻ എന്തെടുക്കുകയാണ്, കറണ്ട് എടുക്കുകയാണ്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വോൾട്ടേജ് എന്താണ്, പോസിറ്റീവ് ആണ് അല്ലെ. വോൾട്ടേജ് എന്താണ്, പോസിറ്റീവ് ആണ്. അതേപോലെ തന്നെ കറണ്ടും എന്താണ്, പോസിറ്റീവ് ആണ്. ഓക്കെ, വോൾട്ടേജും പോസിറ്റീവ് ആണ്, കറണ്ടും പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ പവർ എന്തായിരിക്കും, പവർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. പവർ പോസിറ്റീവ് ആണെങ്കിൽ ഇത് എന്തായിട്ടാണ് റിയാക്ട് ചെയ്യുക, എലമെന്റ് സിങ്ക് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പവർ പോസിറ്റീവ് ആണെങ്കിൽ എലമെന്റ് എന്തായിട്ട് ആക്ട് ചെയ്യും, സിങ്ക് എന്ന് പറയുമ്പോൾ അതൊരു പാസീവ് ആയിട്ടുള്ള എലമെന്റ് ആണ് കേട്ടോ. എന്തായിരിക്കും ഇതൊരു പാസീവ് ആയിട്ടുള്ള എലമെന്റ് ആയിരിക്കും. ഇതിന്റെ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരിക എന്ന് അറിയാം. ഇപ്പൊ നമ്മൾ ഇതിന്റെ സ്ലോപ്പ് എടുത്തു എന്ന് വിചാരിക്കുക. ഇതിന്റെ സ്ലോപ്പ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ I/V എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക, ഇതിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും വരുന്നുണ്ടാവുക. അതായത് പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ പോസിറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ ഇത് എന്ത് എലമെന്റ് ആയിരിക്കും എന്നറിയോ, പോസിറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ ഇതൊരു പാസീവ് ആയിട്ടുള്ള എലമെന്റ് ആയിരിക്കും കേട്ടോ. ഇതെന്തായിരിക്കും, പാസീവ് ആയിട്ടുള്ള എലമെന്റ് ആയിരിക്കും. ഇനി നമ്മൾ നോക്കി നോക്കുകയാണ് സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക്. സെക്കൻഡ് ക്വാഡ്രന്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ നമ്മൾ നോക്കുമ്പോൾ വോൾട്ടേജ് നെഗറ്റീവ് ആണ്, കറണ്ട് പോസിറ്റീവ് ആണ്. അപ്പൊ എന്തായിരിക്കും വരിക, പവർ നെഗറ്റീവ് ആണ്. പവർ നെഗറ്റീവ് ആണെങ്കിൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നറിയോ, അതൊരു സോഴ്സ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതൊരു സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും, അത് ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അതെന്തായിരിക്കും, ആക്റ്റീവ് എലമെന്റ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ പവർ പോസിറ്റീവ് ആണെങ്കിൽ പാസീവ് എലമെന്റ് ആയിരിക്കും. പവർ നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്, അത് ആക്റ്റീവ് എലമെന്റ് ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റിൽ വോൾട്ടേജ് നെഗറ്റീവ് ആണ്, കറണ്ടും എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പൊ പവർ എന്തായിരിക്കും, പവർ പോസിറ്റീവ് ആയിരിക്കും. പവർ പോസിറ്റീവ് ആണെങ്കിൽ അതെന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക, അത് സിങ്ക് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക അല്ലെ. സിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും, അത് പാസീവ് ആയിരിക്കും അല്ലെ. അതെന്തായിരിക്കും, പാസീവ് ആയിരിക്കും. ഓക്കെ, ആ എലമെന്റ് എന്തായിരിക്കും, പാസീവ് ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? ഇനി അടുത്ത ക്വാഡ്രന്റ്, നാലാമത്തെ ക്വാഡ്രന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പവർ വോൾട്ടേജ് പോസിറ്റീവ്, കറണ്ട് നെഗറ്റീവ്. അപ്പൊ പവർ എന്തായിരിക്കും, പവർ നെഗറ്റീവ് ആയിരിക്കും. പവർ നെഗറ്റീവ് ആണെങ്കിൽ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും, ഇത് സോഴ്സ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോഴ്സ് ആണെങ്കിൽ അതെന്തായിട്ടാണ് വരുന്നുണ്ടാവുക, അതൊരു ആക്റ്റീവ് എലമെന്റ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിലെ VI ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലുള്ള ആള്, നമ്മൾ ക്വാഡ്രന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണല്ലേ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആണെങ്കിലും അതേപോലെ തന്നെ തേർഡ് ക്വാഡ്രന്റ് ആണ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, ഇതെന്താണ്, ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും ഇത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, പാസീവ് എലമെന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്നാൽ സെക്കൻഡ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും ഇത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ആക്റ്റീവ് എലമെന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. വ്യത്യാസം മനസ്സിലാക്കുക. ഫസ്റ്റിലും തേർഡിലും ഇത് പാസീവ് എലമെന്റ് ആണ്. സെക്കൻഡിലും ഫോർത്തിലും ഇത് എന്തായിരിക്കും, ആക്റ്റീവ് എലമെന്റും ആയിരിക്കും. അതേപോലെ സ്ലോപ്പ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ, ഇപ്പൊ I/V എടുക്കുമ്പോൾ ഇതിൽ പോസിറ്റീവ് ആണ് വരിക. അങ്ങനെ വരുമ്പോൾ പാസീവ് ആണ്. അതല്ല നെഗറ്റീവ് സ്ലോപ്പ് ആണെങ്കിലോ, നെഗറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ
ഇതെന്തായിരിക്കും നെഗറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ ഇത് ആക്റ്റീവ് എലമെന്റ് ആയിരിക്കും കേട്ടോ. ഇത് ആക്റ്റീവ് എലമെന്റ് ആയിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ്. ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് പറഞ്ഞു. An active element is one whose IV characteristic curve has negative slope. സ്ലോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ്. അതേപോലെ തന്നെ the power expression of the element has negative sign. പവർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. സിമിലർലി പാസീവ് എലമെന്റിൽ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? പാസീവ് എലമെന്റ് ഇഫ് ഇറ്റ്സ് IV characteristics have പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കണം. അതേപോലെ തന്നെ അതിൽ നമ്മൾ പവർ എന്തായിരിക്കും? പവർ പോസിറ്റീവ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ. അപ്പൊ ഈ ഒരു പോയിന്റുകളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഓർത്തിരിക്കേണ്ടത്. ഇത്രയും പോയിന്റുകൾ നിങ്ങൾ മൈൻഡിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സർക്യൂട്ട് എലമെന്റുകൾ ഞാൻ നേരത്തെ തന്ന ഗ്രാഫിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അതിനുശേഷം നമുക്ക് ഡിസൈഡ് ചെയ്യാം ഇത് ഓരോന്നും എന്തായിരിക്കും എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സർക്യൂട്ട് എലമെന്റ് ഇവിടെ തന്നിരിക്കുന്നുണ്ട്. ഏതൊക്കെ ക്വാഡ്രന്റിൽ തന്നിട്ടുണ്ട്? ഇവിടെ ഈ തന്നിരിക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലും നോക്കണേ. ഇവിടെ തന്നിരിക്കുന്നത് ഫസ്റ്റിലും തേർഡിലുമാണ് അല്ലെ? ഫസ്റ്റിലും തേർഡിലുമാണ്. ഫസ്റ്റിലും തേർഡിലും എന്താണ്? പവറിന്റെ വാല്യൂ എന്താണ്? പോസിറ്റീവ് ആണ്. പവർ പോസിറ്റീവ് ആണെങ്കിൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യുക? സിങ്ക് ആയിട്ട്. സിങ്ക് ആണെങ്കിൽ പാസീവ് ആയിരിക്കും. അപ്പൊ ഇത് എന്ത് എലമെന്റ് ആണ്? ഇതൊരു പാസീവ് എലമെന്റ് ആണ്. ഓക്കെ. ഇത് എന്ത് എലമെന്റ് ആണ്? ഇതൊരു പാസീവ് എലമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തത് എന്തിന് എക്സാമ്പിൾ ആണ്? നിങ്ങൾ എന്നെ ഒന്ന് കമന്റ് ചെയ്തേ. രണ്ടാമത് ഞാൻ കൊടുത്തിരിക്കുന്നത് ഏത് എലമെന്റിന് എക്സാമ്പിൾ ആണ്? ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഇനി മൂന്നാമത്തെ നിങ്ങൾ നോക്കിയേ, തേർഡ് വൺ വന്നിരിക്കുന്ന എവിടെയൊക്കെയാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലും ഉണ്ട്. അതിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിലും ഉണ്ട്, അതേപോലെ ഫോർത്ത് ക്വാഡ്രന്റിലും ഉണ്ട് അല്ലെ? സെക്കൻഡിലും ഉണ്ട്, അതേപോലെ ഫോർത്തിലും ഉണ്ട്. സെക്കൻഡിലും ഫോർത്തിലും എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു. സെക്കൻഡിലും ഫോർത്തിലും എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ആക്റ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ? ആക്റ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ സെക്കൻഡിലും ഫോർത്തിലും ഉള്ളതുകൊണ്ട് ഇതെന്താണ്? ഇത് ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് അതിന്റെ ഒരു VI ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഓക്കെ. ഈ പോയിന്റ് ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നാലാമത്തെ നോക്കിയേ. നാലാമത്തെ നോക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്താണ്? ഇത് പാസീവ് ആണ്. എന്നാൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ ഇതെന്താണ്? ആക്റ്റീവ് ആണ് അല്ലേ? അപ്പൊ ഒരു കൺഫ്യൂഷൻ വരും. ഇത് ഏത് എലമെന്റ് ആയിരിക്കും എന്നുള്ളത്. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് വേണ്ട പോയിന്റ് എന്താണെന്നറിയോ? ആക്റ്റീവ് എലമെന്റിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പവർ സപ്ലൈ നൽകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പവർ സപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ആര് മാത്രമായിരിക്കും? ആക്റ്റീവ് എലമെന്റ് മാത്രമായിരിക്കും അല്ലേ? അതുകൊണ്ട് ഇവിടെ ഈ പോർഷൻ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത് എലമെന്റ് ഉറപ്പായിട്ടും ഇത് എന്തിന്റെ ആയിരിക്കണം? അത് ആക്റ്റീവ് എലമെന്റിന്റെ തന്നെ ആയിരിക്കണം. കാരണം ആക്റ്റീവ് എലമെന്റിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പവർ സപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഇതെന്തിന് എക്സാമ്പിൾ ആണ്? ഇത് ആക്റ്റീവ് എലമെന്റിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഈ ഒരു എലമെന്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് എലമെന്റ് ആയിരിക്കും അല്ലെ? അപ്പോൾ അതേപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാകുമല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലും ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്? ഫസ്റ്റിലും ഉണ്ട്, തേർഡിലും ഉണ്ട് അല്ലെ? ഫസ്റ്റിലും തേർഡിലും വന്നാൽ അത് എന്തിന് എക്സാമ്പിൾ ആയിരിക്കും? അത് പാസീവ് എലമെന്റിന് എക്സാമ്പിൾ ആയിരിക്കും അല്ലേ? സോ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലമെന്റുകൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എലമെന്റിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് തന്നു കഴിഞ്ഞാൽ അത് ഏത് എലമെന്റ് ആണെന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ എക്സാമ്പിൾസും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഏതൊക്കെയാണ് ആക്റ്റീവ് എലമെന്റിന്റെ എക്സാമ്പിൾസ്? വോൾട്ടേജ് സോഴ്സ്, കറണ്ട് സോഴ്സ്, അതേപോലെ തന്നെ ഓപ്പ് ആമ്പ്, ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ആക്റ്റീവിന് എക്സാമ്പിൾ ആണ്. ഇനി പാസീവിന്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, അത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫോമർ പ്രത്യേകം ഓർത്തിരിക്കുക. കാരണം ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. കാരണം നിങ്ങൾ പെട്ടെന്ന് ട്രാൻസ്ഫോമർ ഇങ്ങനെ വോൾട്ടേജ് ഗെയിൻ ഒക്കെ തരുന്നുണ്ട്, അല്ലെങ്കിൽ വോൾട്ടേജ് ഒക്കെ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് നമുക്കത് ആക്റ്റീവിന്റെ കേസിൽ പെടുത്താന്ന്. അതല്ല, പാസീവ് ആണ്. കാരണം അവിടെ യാതൊരു പവർ ഗെയിനോ അല്ലെങ്കിൽ പവർ ആംപ്ലിഫിക്കേഷനും നടക്കുന്നില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇതുപോലുള്ള ടോപ്പിക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസുകൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള സീരീസിലുള്ള വീഡിയോസുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻട്രിയുടെ KSEB സബ് എഞ്ചിനീയർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻട്രിയുടെ പുതിയ KSEB സബ് എഞ്ചിനീയർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.